നീ ഇങ്ങനെയുള്ള പൈസ മുഴുവൻ എടുത്ത് പഠിപ്പിക്കാൻ ചെലവാക്കിയാൽ ബാക്കി കാര്യങ്ങൾക്ക് എന്ത് ചെയ്യും? ആങ്ങള ദേഷ്യത്തോടെ രജനിയോട് പറഞ്ഞു. ബാക്കി എന്ത് കാര്യങ്ങൾ? എനിക്ക് ഇവളുടെ കാര്യമല്ലാതെ വേറെ എന്താ ഏട്ടാ ഉള്ളത്? രജനി മറുപടി പറഞ്ഞു. ബാക്കി എന്ത് കാര്യങ്ങളെന്നോ? പെണ്ണിനെ ദേ എന്ന് പറയുമ്പോഴേക്കും കെട്ടിച്ചു വിടാറാവും. അതിന് ചെലവ് എങ്ങനെ നോക്കാമെന്നാ കരുതുന്നേ? ഉള്ള സമ്പാദ്യം മുഴുവൻ പഠിക്കാനെടുത്ത് ചെലവാക്കിയാൽ വേണ്ട കാര്യങ്ങളാകുമ്പോൾ എൻ്റെ അടുത്ത് കൈനീട്ടി വന്നേക്കരുത്. ഇപ്പോഴേ പറഞ്ഞേക്കാം. അവനവൻ്റെ സാഹചര്യങ്ങൾ കൂടി അറിഞ്ഞു വളർത്തണം മക്കളെ. അതിനുള്ള രീതിയിൽ ഉള്ള പഠിപ്പൊക്കെ മതിയെന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. ആകെയുള്ളത് ഈ വീടാ, പിന്നെ ബാങ്കിൽ കിടക്കുന്ന അളിയൻ്റെ വീതം കിട്ടിയ ആ പണവും. അത് മുഴുവൻ എടുത്ത് പഠിപ്പിച്ചാൽ എങ്ങനെയാ? കല്യാണ ചെലവ് തലയിലാകുമോ എന്ന പേടി ഏട്ടൻ്റെ ആ വാക്കുകളിൽ നിന്നും രജനിക്ക് വ്യക്തമായി. ഏട്ടൻ ഏത് കാലത്താ ജീവിക്കുന്നേ? കല്യാണമാണോ വലിയ കാര്യം? പെൺകുട്ടികളെ ആരുടെയെങ്കിലും തലയിൽ കെട്ടിവച്ചാൽ സമാധാനമായിരുന്നു എന്ന് ചിന്തിക്കുന്ന കാലമൊക്കെ കഴിഞ്ഞില്ലേ? സ്വന്തം കാലിൽ നിൽക്കുന്നതല്ലേ വലിയ കാര്യം? നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളും കാണുന്നതല്ലേ? ഏത് അവസ്ഥയിലും ജീവിക്കാനുള്ള ഒരു വരുമാനമല്ലേ ആദ്യം വേണ്ടത്? ബഹുമാനത്തോടെ തന്നെ രജനി പറഞ്ഞു. അതിന് പെണ്ണിൻ്റെ താളത്തിന് തന്നെ തുള്ളണോ? ഏതെങ്കിലും ഒരു ഡിഗ്രിക്ക് ചേർത്താൽ പോരെ? അനിഷ്ടത്തോടെ ഏട്ടൻ പറഞ്ഞു. അത് പോരെ ഏട്ടാ. അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം അവളുടെ വിദ്യാഭ്യാസം തന്നെയാണ്. മറ്റെന്തിനേക്കാൾ പൈസ ചെലവാക്കേണ്ടതും അതിന് തന്നെയാണ്. മരിച്ചുപോയ അവളുടെ അച്ഛൻ്റെ സ്വത്ത് ഉപയോഗിക്കേണ്ടതും അതിനു വേണ്ടി തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തനിയെ ജീവിച്ച ബുദ്ധിമുട്ട് എന്നോളം നിങ്ങൾക്ക് മനസ്സിലാവില്ല. എനിക്കൊരു ജോലി ഉള്ളതുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ കൈ നീട്ടേണ്ടി വന്നില്ല. അല്ലെങ്കിലോ? പിന്നെ അവളുടെ കല്യാണം, അത് കയ്യിലുള്ള സമ്പാദ്യം മുഴുവൻ കൂട്ടിവെച്ച് നടത്തേണ്ട ഒന്നാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. സ്വന്തമായി ഒരു വരുമാനമായാൽ ഏത് അവസ്ഥയെയും അതിജീവിക്കാമെന്ന് അവൾക്ക് ഉറപ്പായാൽ, അന്ന് അവൾക്കൊരു കൂട്ട് വേണമെന്ന് തോന്നിയാൽ അവൾ തന്നെ തീരുമാനിക്കട്ടെ എന്നേ അവളുടെ കല്യാണം. അല്ലാതെ കല്യാണമെന്ന് പറഞ്ഞ് ഉള്ളത് മുഴുവൻ മാറ്റിവെക്കാൻ ഞാൻ തയ്യാറല്ല. കുറച്ചൊക്കെ മാറി ചിന്തിച്ചു തുടങ്ങണം നമ്മളും. എന്തായാലും ഇനിയിപ്പോൾ അവൾ പഠിപ്പ് പകുതിയിൽ നിർത്തി കല്യാണം കഴിക്കാൻ തീരുമാനിച്ചാലും അതിനായി ആ പണം ഞാൻ ഉപയോഗിക്കാൻ തീരുമാനിച്ചിട്ടില്ല. അതുകൊണ്ട് ഏട്ടനും പേടിക്കണ്ട. അവൾക്ക് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ധനം പഠിപ്പ് മാത്രമാണ്. അവളുടെ ജീവിതത്തിൽ ബാക്കിയെല്ലാം അവൾ അത് കൊണ്ടുണ്ടാക്കിയെടുക്കണം. എൻ്റെ ജീവിതം കണ്ടു വളർന്നതല്ലേ, മാറ്റി ചിന്തിക്കാൻ തരമില്ല, രജനി ഉറപ്പിച്ചു പറഞ്ഞു. തിരിച്ചു പറയാൻ ഒന്നുമില്ലാത്തതിനാലാണോ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് ചിന്തിച്ചിട്ടു? പിന്നീട് ഒന്നും പറയാതെ അയാൾ യാത്ര പറഞ്ഞിറങ്ങി. ഇറങ്ങി നടക്കുന്ന അമ്മാവിനെ പുഞ്ചിരിയോടെ യാത്രയാക്കുന്ന അമ്മയോട് എന്നത്തേക്കാൾ ബഹുമാനം കൂടുകയായിരുന്നു അതെല്ലാം കേട്ട് അവിടെ നിന്നിരുന്ന വൈഗയ്ക്ക് അപ്പോൾ. ഒപ്പം അമ്മയുടെ പ്രതീക്ഷയേക്കാൾ മുകളിൽ എത്തി തൻ്റെ വിജയത്തിൽ സന്തോഷിക്കുന്ന അമ്മയെ കാണാനുള്ള തിടുക്കവും ആ മുഖത്ത് ഉണ്ടായിരുന്നു.